രാജസ്ഥാനിലെ കോലിഹർ കോപ്പർ ഖനിയിൽ ലിഫ്റ്റ് തകർന്നു കുടുങ്ങിയ 14 പേരിൽ 8 പേരെ രക്ഷപ്പെടുത്തി. ശേഷിക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് കൊൽക്കത്തയിൽ നിന്നെത്തിയ വിജിലൻസ് സംഘവും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ ലിഫ്റ്റ് തകർന്ന് ഖനിയിൽപ്പെട്ടത്. ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന്റെ ഖനിയിലായിരുന്നു അപകടം നടന്നത്. കൊൽക്കത്തയിൽ നിന്നെത്തിയ വിജിലൻസ് സംഘവുമായി ഖനിയിലേക്ക് ഇറങ്ങിയ ലിഫ്റ്റിന്റെ ചെയിൻ പൊട്ടി താഴേക്ക് പതിക്കുകയായിരുന്നു. ഖനിക്കുള്ളിൽ നിന്നും രക്ഷപ്പെടുത്തിയവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ഡോക്ടർമാർ അറിയിച്ചു. പുറത്തെത്തിച്ചവരെ ജയ്പൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഖനിക്കുള്ളിലേക്ക് ഉദ്യോഗസ്ഥരുമായി ഇറങ്ങിയ ലിഫ്റ്റ് 577 മീറ്റർ പിന്നിട്ടതോടുകൂടിയാണ് ബ്രേക്ക് ചെയിൻ പൊട്ടി താഴേക്ക് പതിച്ചത്. കുടുങ്ങിക്കിടക്കുന്നവർക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതിനായി 8-അംഗ വൈദ്യസംഘം ഖനിക്കുള്ളിലേക്ക് കടന്നിരുന്നു. ചീഫ് വിജിലൻസ് ഓഫീസർ ഉപേന്ദ്ര പാണ്ഡെ, ഖേത്രി കോപ്പർ കോംപ്ലക്സ് യൂണിറ്റ് തലവൻ GD ഗുപ്ത, കോലിഹൻ ഖനിയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ AK ശർമ്മ, വിജിലൻസിനൊപ്പം ഫോട്ടോഗ്രാഫറായി എത്തിയ മാധ്യമപ്രവർത്തകൻ എന്നിവരടക്കമാണ് കുടുങ്ങിയത്. ഇതിൽ ആരൊക്കെയാണ് നിലവിൽ പുറത്തെത്തിയിരിക്കുന്നതെന്ന കാര്യം വ്യക്തമല്ല. 1967 ഖേത്രിയിലെ കോപ്പർ ഖനി പ്രവർത്തനം ആരംഭിച്ചത്. അതേസമയം ആശങ്കപ്പെടുവാനില്ലെന്നും രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നുണ്ടെന്നും സ്ഥലം MLA ധരംപാൽ ഗുർജാൻ അറിയിക്കുകയും ചെയ്തു. 8 പേരെ രക്ഷപ്പെടുത്തിയതുപോലെ തന്നെ ഇനിയുള്ളവരെയും അപകടമൊന്നുമില്ലാതെ പുറത്തെത്തിക്കുവാൻ കഴിയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു.